ധന്യ, ഈ നമ്മുടെ ഈ മലയാള സിനിമയിലുള്ള പല താരങ്ങൾക്കും ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ സൂപ്പർ സ്റ്റാർ, മമ്മൂട്ടി മെഗാ സ്റ്റാർ, സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ, ദിലീപിന് മറ്റേ ജനപ്രിയ നായകൻ, കുഞ്ചാക്കോ ബോബന് ചോക്ലേറ്റ് ഹീറോ. ഇപ്പം കുഞ്ചാക്കോ ബോബന് ചോക്ലേറ്റ് ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ ഓടിച്ചിട്ടിരിക്കും. പക്ഷെ നടിമാരെക്കുറിച്ച് അങ്ങനെ അധികം ആരും പറഞ്ഞ് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇനാഗുറേഷൻ സ്റ്റാർ അല്ലേ, അവിടെ പോയി റീൽസ് സ്റ്റാർ, ഇങ്ങനെ പല പേരുകളിലുണ്ട്. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പല വിശേഷണങ്ങളും പേറുന്ന കുറേ ഉദ്ഘാടന നടിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള വലിയ രീതി സോഷ്യൽ മീഡിയയിലാണ് അത്തരം പേരുകളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പുലിവാല് പിടിച്ചതും നമ്മുടെ ഈ അടുത്ത കാലത്താണ്. വാസ്തവത്തിൽ എന്തുദ്ദേശത്തിലാണ് ഇവർ ഈ ഉദ്ഘാടന പരിപാടി? പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഒരു നാടമുറിക്കൽ കാണും, ഒരു തിരിതെളിക്കൽ കാണും. ഇതൊക്കെയാണ് സാധാരണ. ഇത് അവിടെ അങ്ങനെയല്ല. ഉദ്ഘാടന വേദിയിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ടാവും, അവിടെ അത്യാവശ്യം നല്ലൊരു പാട്ടിട്ടുണ്ടാവും. ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന നടിമാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ഡാൻസ് ചെയ്യണം. അത് ഒപ്പിയെടുത്ത് നാട്ടുകാരുടെ കാണിക്കാൻ നീലക്കുയിലും പച്ചക്കുയിലും മഞ്ഞക്കുയിലും തുടങ്ങിയ എല്ലാ കുയിലുകളും, ഈ എല്ലാ കുയിലുകളും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതുങ്ങൾ അവിടെ പോയി തുള്ളാനും ഡാൻസ് ചെയ്യാനും ഒക്കെ സദാ സന്നദ്ധരാണ്. എന്നിട്ട് മറ്റേതെങ്കിലും ചാനലിൻ്റെ മുമ്പിൽ ചെന്ന് എന്നെ ആ ആംഗിളിലെടുത്തു, ഈ ആംഗിളിലെടുത്തു, അങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. എന്താണ് ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രേംലാലേട്ടാ, ഇപ്പം നമ്മളിത് ചർച്ച ചെയ്താൽ പറയും എന്താ നിനക്കൊക്കെ അത് കിട്ടാത്തതിൻ്റെ അസൂയയാണ്, പിന്നെ എന്താ നിനക്കൊക്കെ വേറെ ന്യൂസ് ഇല്ലേ, വേറെ ഒന്നും പറയാനില്ലേ. സത്യത്തിൽ ഇതൊന്നും നമ്മൾ കാണണ്ട എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചു പോയാൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു ഉദ്ഘാടന വേദിയിലെ ഒരു കാഴ്ച, സാരി ഇങ്ങനെ ഉടുത്തേക്കുന്നു. സാരി എന്ന് പറയുന്ന അത്യാവശ്യം വയറൊക്കെ കാണിച്ച് ഉള്ളൊരു സ്ലീവ്ലെസ് ബ്ലൗസ്, ഒരു സാരിയും, ഒരു മൈക്ക് കൊണ്ട് ആ ഉദ്ഘാടന സ്റ്റാർ സംസാരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഈ വയറിൻ്റെ അവിടുത്തെ സാരി ഇങ്ങനെ മാറ്റുകയാണ്. അതായത് പൊക്കൽ ഉൾപ്പെടെ കാണാൻ വേണ്ടി അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഈ വച്ചുകെട്ടലുകൾ ഫ്രണ്ടിൽ അതുവരെ ഇല്ലാതിരുന്ന, അതുവരെ സ്കെൽറ്റായിട്ടിരുന്ന ഒരു നടി ഉദ്ഘാടന സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുന്നിലും പിറകിലും കുറേ വച്ചുകെട്ടലാണ്. നമുക്ക് പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ ഈ അമിതമായ ഒരു വളർച്ച. ഇതെങ്ങനെയാടാ ഈ വളരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. ആ വളർച്ച ആരുടെയും ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തിലും ആഹാര സ്വാതന്ത്ര്യത്തിലൊന്നും കൈകടത്താൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊക്കെ ശരിയാണ്, നമ്മൾ ആരുടെയും കിടത്താനൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു യുവതലമുറയുണ്ടല്ലോ, ഇവരിതൊക്കെ കണ്ടിട്ട് വിചാരിക്കും നാളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഭാര്യയ്ക്കും ഇത്തരത്തിലുള്ള വലിപ്പം വേണം, ഇത്തരം ഈ വച്ചുകെട്ടലാണെന്നൊന്നും ഇവന്മാർ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ ഈ ശരീരത്തിന് ഇന്ന അളവ് വേണം, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അത് തന്നെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഒരു പുരുഷനും തൻ്റെ സ്വന്തം ഭാര്യ ഒരു കാഴ്ച വസ്തു ആകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ ഇതേ പുരുഷൻ മറ്റു സ്ത്രീകളെ ഒരു കാഴ്ച വസ്തുവിനെ കാണുന്ന കൗതുകത്തോടെ നോക്കിയിരിക്കും. പക്ഷേ സ്വന്തം ഭാര്യ മറ്റുള്ളവർക്കൊരു കാഴ്ച വസ്തു ആകണമെന്ന് ഒരു 90-99% പുരുഷന്മാരും അങ്ങനെ ചിന്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലോ, 1% പുരുഷന്മാരുണ്ട്. ചുമ്മന സമരത്തിലേക്ക് പോയ ചില ചുമ്മനം കൂടിപ്പോയ ചില പുരുഷന്മാരൊക്കെ. അത് കാഴ്ച വസ്തു മാത്രമല്ല, കവി വിഷയത്തിന് തെന്നി മാറുന്നു. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, എന്തിനാണ് ഈ ഉദ്ഘാടനത്തിന് വരുമ്പോൾ എന്തിനാണ് ഇനി നാളെ തുണി അഴിച്ചിട്ട് ഇവർ വരുമോ എന്നുള്ള സംശയത്തിലാണ്. കാരണം പണം മതി, പണം കിട്ടാനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പാർലറോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഉദ്ഘാടനം ചെയ്യാൻ ഇവരെ വിളിക്കും. പക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവരല്ല, അത് മറ്റാരെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ആളെ കൂട്ടാനാണ് ഇവരെ കൊണ്ട് ഈ വച്ചുകെട്ടലൊക്കെ നടത്തി ഇവരെ കൊണ്ടുവരുന്നത്. ആളെ കൂട്ടാനാണ്, കൈ കൊടുക്കുക, ഫ്രഞ്ച് ഫ്ലൈയിങ് കിസ് കൊടുക്കുക, പിന്നെ ടാറ്റ കൊടുക്കുക, പിന്നെ ഈ പറയും പോലെ പച്ചക്കുയില് മഞ്ഞക്കുയില് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സൂം ചെയ്തെടുക്കും ചില അവയവങ്ങൾ മാത്രം. ഡാൻസ് മസ്റ്റാണ്, റീൽസ് മസ്റ്റാണ്. ഡാൻസ് മസ്റ്റാണ്, റീൽസ് മസ്റ്റാണ്. പിന്നെ എന്ത് സിമ്പിളായി സ്വന്തമായി കാറ് തുറന്ന് വരുന്ന നടിയൊക്കെ ഉണ്ട്. അപ്പൊ സ്വന്തമായി അല്ലാതെ കണ്ടോ വന്ന് തുറന്നു കൊടുക്കൂ. സ്വന്തം കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുന്ന പിന്നെ നടിയൊക്കെ ഉണ്ട്. പിന്നെ സ്വന്തം കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുന്ന പഞ്ചായത്ത് മെമ്പർ വരുമോ നമ്മളല്ലാതെ? ഇതില് ഈ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന ഈ കടയുടമകൾ അവരെക്കാൾ ഉപരി ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കേരളീയ പൊതുസമൂഹമാണ്. അറിയാവോ, സണ്ണി ലിയോൺ കേരളത്തിൽ ഇതേപോലെ നമ്മുടെ കൊച്ചിയിൽ ഇതേപോലെ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ വന്ന ജനസമൂഹം കാണണം. എൻ്റെ പൊന്നോ,
കാര്യം ഈ എന്താ പറയുക, ഉത്സവപ്പറമ്പിൽ പോലും കാണില്ല അത്രയ്ക്ക് ആൾത്തിരക്കും ബഹളവും. അന്ന് നമ്മളോട് ജോലി ചെയ്തിരുന്ന ഒരുത്തർ ഭയങ്കര തലവേദന, തലേ ദിവസം രാത്രി ഭയങ്കര തലവേദന, ഞാൻ നാളെ ലീവാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, ലീവ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സണ്ണി ലിയോൺ പറഞ്ഞ കാര്യമൊന്നും നമുക്കറിയില്ല, നമ്മളതിനെക്കുറിച്ച് അറിയാനും പോയിട്ടില്ല. അപ്പോൾ ഈ വാർത്തകളിലൊക്കെ ഈ സണ്ണി ലിയോൺ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നതേ ഇല്ല, വിളിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നു. അവസാനം വൈകിട്ട് എങ്ങാണ്ട് വിളിച്ചപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ഞാൻ കിടക്കരുത്. അവൻ അല്ല ടി വിയിൽ നിന്നെ കണ്ടായിരുന്നു സണ്ണി ലിയോൺ, സത്യമായിട്ട് കണ്ടപ്പോൾ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു അബദ്ധം പറ്റിയത് വേറെ ആരോടും പറയില്ല, ഞാൻ സണ്ണി ലിയോനെ കാണാൻ വേണ്ടിയാ ലീവ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവരൊന്നും വലിയ വച്ചുകെട്ടലെന്നുള്ളത് ഉള്ളത് കാണിച്ചിട്ട് പോകുന്ന ആളുകളാണ്. എനിക്കിതാണ് ഉള്ളത്, അത് പിന്നെ ജനങ്ങളും കണ്ടിട്ടുണ്ടല്ലോ, അവർക്ക് എന്താണ് ഉള്ളതെന്ന് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ഈ കാണാൻ പോയവരുടെ മനോവികാരം ഇത്രേ ഉള്ളൂ, ആ കണ്ടത് ഈ കണ്ടത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, അത് തന്നെയാണോ ഇത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പോകുന്നു. അതെ, അത്രേ ഉള്ളൂ. ഇവിടെ അതല്ലല്ലോ. ഇവിടെ പിന്നെ നമ്മൾ ഇന്ന് ഒരാളെ ഇങ്ങനെ കാണും, നാളെ അവർ പിന്നെ എന്താ ഉദ്ഘാടന സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നാമ്പുറം നോക്കിയാൽ ഒരു എന്താ പറയുക, ഒരു മെത്ത മുഴുവൻ എടുത്ത് മടക്കി കെട്ടി വെച്ചിരിക്കുമ്പോൾ ഇത്ര വലിപ്പം കാണും. മുന്നേ ഇത് ഫ്രണ്ട് കണ്ടാൽ അതിന് മറ്റൊരു പേര് പറയും, അത് കായിൽ വരുന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ ആണെന്ന് എനിക്കറിയില്ല ഇത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളത്, ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്, ഇതൊക്കെ കടയിൽ പോയാൽ ഇതൊക്കെ പിന്നാമ്പുറവും മുന്നാമ്പുറവും ഒക്കെ വീർത്തിരിക്കാനും വലിപ്പം കൂടാനും ഒക്കെ വാങ്ങാൻ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് ഇതിനെ അങ്ങനെ കാണരുത്. ഇവരൊക്കെ പണം വാങ്ങിയിട്ട് അതൊക്കെ ചെയ്യുന്നതാണ്. ഒരു പരിധി വരെ ഈ സ്ത്രീകൾ ഇതിൽ ഉത്തരവാദിയാണ്. കാര്യം അവർ സ്വയം കരുതുന്നത് ഈ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അളവുകോൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വടിവാണ്, അങ്ങനെ തന്നെ പറയണമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഈ അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അങ്ങനെയൊക്കെ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ട് തള്ളാം എന്നതിനപ്പുറം ആരും അതിന് ഒരു മതിപ്പ് കൊടുക്കില്ല. ഒരു കാഴ്ച കണ്ട് ആനന്ദിക്കുക, അതങ്ങ് പോവും. അതിനപ്പുറം അതിനൊരു വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. അല്ല, ചിലവർക്ക് പുച്ഛവും കൂടിയാണ് ഇതിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു പുച്ഛം. അതായത് സിനിമയിൽ അവസരങ്ങളില്ല, സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു, വേറെ ആരും വിളിക്കുന്നില്ല, അങ്ങനെ ആകുമ്പോൾ എന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വരാം. ഒരാൾ വന്ന് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതൊക്കെയാണ്. ഈ നമ്മൾ ഓരോന്ന് കാണിക്കാൻ നിന്ന് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ തുണി അഴിച്ചിട്ട് നടക്കാൻ പറ്റുമോ? അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതുകൊണ്ട് നാളെ മുതൽ തുണി ഇടാതെ വരും എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ണിണതൻ കാമനോട്ടം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു അപ്പൂപ്പൻ ഈ സാരിക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പുറത്തിട്ടു. അവിടെ നമ്മൾ രണ്ട് വശവും ചിന്തിക്കണം. ആ സാരി കുറച്ചൊന്ന് നേരെ പിടിച്ചു വച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അയാളുടെ ചെപ്പാൻ കുറ്റിക്ക് 2 എണ്ണം കൊടുത്തിട്ട് നിന്റെ കണ്ണ് നീ വയ്ക്കേണ്ടടുത്ത് വയ്യടാ എന്ന് പറഞ്ഞിട്ട് 4 പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത് വീഡിയോ എടുത്തു, വീഡിയോ എടുത്ത് വൈറലായി, സമൂഹ മാധ്യമങ്ങളിലായി, അയാൾക്ക് ചീത്തപ്പേരായി. എന്നിട്ട് ആ ബസ്സിലുള്ള ആരും പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത്. പ്രതികരിക്കണമെങ്കിൽ ആ വീഡിയോ അല്ല നമുക്ക് പ്രധാനം. നമ്മളെ മറ്റൊരു കണ്ണുകൊണ്ട് ഒരുത്ത നോക്കുമ്പോൾ ആദ്യം അവൻ്റെ കർണക്കുറ്റിക്ക് 2 എണ്ണം കൊടുത്തിട്ട് നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നിന്റെ ഭാര്യയ്ക്കുള്ളത് തന്നെടാ എനിക്കും ഉള്ളത് എന്ന് പറയാനുള്ള ആർജവം ഒരു പെണ്ണ് കാണിക്കണം. അതിനുശേഷം റീൽസ് അവനെ അടിക്കുന്നതോ തല്ലുന്നതോ റീൽസ് എടുക്കുക. ഇത് അയാൾ ഫുള്ള് കാണുന്നത് ആസ്വദിക്കുകയും അത് റീൽസ് എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയും വൈറലാവുകയൊക്കെ ചെയ്തിട്ട് പറയാണ് അയാൾ എന്നെ ഇങ്ങനെ വൃത്തിയായിട്ട് കണ്ണുകൊണ്ട് നോക്കി. ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ ഒരുപക്ഷെ. അതുകൊണ്ട് മനുഷ്യരെ ചില വച്ചുകെട്ടലുകളൊന്നും വീഴാതിരിക്കുക, ആരോഗ്യം കേടാകാതെ ഇരിക്കും.